I'm Ennemcien. Problem from surface tension. A drop of water of radius 2 millimeter is sprayed into 1,000 small drops of equal volume. What is the energy spent for the process? Surface tension of water is 0.07 Newton per meter. അപ്പോൾ 2 millimeter റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ ഡ്രോപ്പ് 1000 ഐഡൻറ്റിക്കൽ ഡ്രോപ്സ് ആയിട്ട് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുമ്പോൾ സർഫസ് കൂടും. ഒരു സ്ഫിയറിൻ്റെ സർഫസ് 1000 സ്ഫിയറിൻ്റെ സർഫസുകളായിട്ടും ഇൻക്രീസ് ചെയ്യുക. സർഫസ് ഏരിയ കൂട്ടണമെങ്കിൽ വർക്ക് അങ്ങോട്ട് ചെയ്യണം, അല്ലെ എനർജി നമ്മൾ ചിലവാക്കണം. അപ്പോൾ സ്പ്രേ ചെയ്യണമെങ്കിൽ നമ്മളല്ല എനർജി ചിലവാക്കണം. അതെത്രയാണെന്ന ചോദ്യം. വെരി സിമ്പിൾ. അപ്പോൾ ഇവിടെ വോളിയം ഇക്വേറ്റ് ചെയ്യാം. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് ആ സിംഗിൾ ഡ്രോപ്പിൻ്റെ വോളിയം, സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് 1000 ഡ്രോപ്സിൻ്റെ കൂടെ മൊത്തം വോളിയം, ഇത് രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ വോളിയം ഓഫ് ദി ബിഗർ ഡ്രോപ്പ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ. വോളിയം ഓഫ് ദി ബിഗർ ഡ്രോപ്പ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ മസ്റ്റ് ബി ഈക്വൽ ടു വോളിയം ഓഫ്, ഇപ്പോൾ ജനറലായിട്ട് എൻ എണ്ണമെന്നിരിക്കട്ടെ, smaller drops of radius small r. Bigger drop in the volume 4/3 pi into capital R cube. That must be equal to ഒരു ഡ്രോപ്പിൻ്റെ ചെറിയ ഡ്രോപ്പിൻ്റെ വോളിയം 4/3 pi small r cube. അങ്ങനെയെങ്കിൽ n ഡ്രോപ്സിൻ്റെ n into 4/3 pi r cube. 4/3 pi വെട്ടിപ്പോവും, പോയിട്ട് r cube ഈക്വൽസ് n into ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ r ഈക്വൽസ് ക്യൂബ് റൂട്ട് ഓഫ് n into r. ഇത് ഓർത്തിരിക്കുക. ഇവിടെ നിന്ന് ഒരു സ്മോളർ ഡ്രോപ്പിൻ്റെ റേഡിയസ് സ്മോൾ ആർ ഈക്വൽസ് ക്യാപിറ്റൽ ആർ ബൈ ക്യൂബ് റൂട്ട് ഓഫ് എൻ. ഈ പ്രോബ്ലത്തിൽ n 1000 തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ആർ ബൈ ക്യൂബ് റൂട്ട് ഓഫ് 1000. ക്യൂബ് റൂട്ട് ഓഫ് 1000 ഈസ് 10. അപ്പോൾ സ്മോൾ ആർ ഈസ് r ബൈ 10. ഇനി ഇനിഷ്യൽ ഏരിയ, സ്പ്രേ ചെയ്യുന്നതിന് മുമ്പുള്ള ഏരിയ ഒറ്റ ഡ്രോപ്പായിട്ട് ഇരിക്കുകയല്ലേ, 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോപ്പിൻ്റെ ഏരിയയെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 pi സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു n. n 1000. അപ്പോൾ 1000 ഇൻറ്റു 4 pi ഇൻറ്റു സ്മോൾ ആർ ഈസ് r ബൈ 10. അപ്പോൾ r സ്ക്വയർ ബൈ 100. ദറ്റ് ഈസ് 10 ഇൻറ്റു 4 pi r സ്ക്വയർ എന്ന് വരും. എങ്കിൽ ഇതാണ് ഫൈനൽ ഏരിയ. ഇനിഷ്യൽ ഏരിയ 4 pi r സ്ക്വയർ. സോ increase in area delta A equals 10 into 4 pi r square minus pi r square. That is 9 into 4 pi r square. That is 9 into 4 pi into capital R 2 millimeter തന്നിട്ടുണ്ട്. അപ്പോൾ 2 into 10 raised to minus 3 meter square. That is 452. 452 into 10 raised to minus 6 meter square. എങ്കിൽ എനർജി സ്പെൻഡ് ഓർ വർക്ക് ഈക്വൽസ് ഇൻക്രീസ് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ഇതെല്ലാം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഈക്വൽസ് 452 ഇൻറ്റു 10 raised to minus 6 ഇൻറ്റു സർഫസ് ടെൻഷൻ ഈസ് 0.07. ആൻസർ ഈസ് 31.65 ഇൻറ്റു 10 raised to minus 6 joule. That is the answer. Another one. A soap bubble in vacuum has a radius of 3 centimeter and another one has radius 6 centimeter. If the two bubbles coalesce, combine under isothermal condition, calculate the radius of the new bubble formed. അങ്ങനെ ഒരു ബബിൾ ഫോം ചെയ്യണമെങ്കിൽ വോളിയം ക്രിയേറ്റ് ചെയ്യുക. നമ്മളൊരു ബബിളോ അല്ല ഊതി വീർപ്പിക്കണമെങ്കിൽ വോളിയം ക്രിയേറ്റ് ചെയ്യുക. വോളിയം ഡെൽറ്റ വി കണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് പി ഇൻറ്റു ഡെൽറ്റ വി, പ്രഷറിൻ്റെ വോളിയം എന്ന് വർക്കാണ്. അപ്പോൾ ആദ്യത്തെ ബബിള് ഫോം ആദ്യത്തെ ബബിളിൻ്റെ വോളിയം V1 എന്നിരിക്കട്ടെ, പ്രഷർ P1 എന്നിരിക്കട്ടെ. അപ്പോൾ അതിന് ചെയ്യേണ്ട വർക്ക് P1 V1. രണ്ടാമത്തെ ബബിള് ഫോം ചെയ്യേണ്ട വർക്ക് P2 V2. ഫൈനൽ ഇത് രണ്ടും കൂടെ കോയലൈസ് കഴിയുമ്പം വർക്ക് ഫൈനൽ ബബിളിൻ്റെ വോളിയം V ആണെങ്കിൽ പ്രഷർ P യുമാണെങ്കിൽ വർക്ക് PV.
അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇനീഷ്യൽ വർക്ക് മസ്റ്റ് ബി ഈക്വൽ ടു ഫൈനൽ വർക്ക്. P1 V1 ഇത് ഫസ്റ്റ് ബബിൾ ഫോം ചെയ്യാൻ കൊടുക്കേണ്ടി വന്ന വർക്കാണ്, പ്ലസ് P2 V2 സെക്കൻഡ് ബബിൾ ഫോം ചെയ്യേണ്ടി വന്ന വർക്ക് ഈക്വൽസ് PV ഫൈനൽ കോയലൈസ് ചെയ്ത് കഴിഞ്ഞുള്ള ബബിളിൻ്റെ വർക്കാണ്. കൺസർവേഷൻ ഓഫ് എനർജി ശരിയാവണ്ടേ. ഇനി പി എന്ന് പറഞ്ഞാൽ ഈ ബബിളിനകത്ത് എക്സസ് പ്രഷറാണ് 4T/R അല്ലെ 4S/R. സർഫസ് ടെൻഷൻ എസ് എന്നോ ടി എന്നോ എന്ത് വേണം സിമ്പൽ കൊടുക്കാം. 4T ബബിളാകുമ്പോൾ 4T/ എക്സസ് പ്രഷർ 4T/R. R is 3 centimeter into V1 is 4/3 3 cube plus P2 4T/6 അതിൻ്റെ റേഡിയസ് 6 ഇൻറ്റു അതിൻ്റെ വോളിയം 4/3 6³ ഈക്വൽസ് ഫൈനൽ ഡ്രോപ്പിൻ്റെ റേഡിയസ് 6 എന്നിരിക്കട്ടെ, അതിലെ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ എക്സസ് പ്രഷർ 4T/R ഇൻറ്റു വോളിയം ഈസ് 4π/3 r³. ഈ 4π/3 മൊത്തം ക്യാൻസൽ ചെയ്യും, പോയിട്ട് ഇവിടെ R² വരും, R³ കൂടെ, ഇവിടെ 6ഉം 6³ 6² വരും, ഇവിടെ 3² വരും. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 3² + 6². (3² + 6² equals R². 3² + 6² equals R² എന്ന് വരും. ഓർ R equals √45 or 6.7 centimeter. That is the radius of the final bubble. Another one. നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Explain. In storms, sometimes the roof of a house is lifted up. The pressure of the air streaming over the roof is less than the pressure of air at rest inside the house. According to Bernoulli's theorem, it is this surplus pressure inside of the stationary air causes the roof to lift up. അപ്പോൾ Bernoulli's theorem ആണ് ആൻസർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. Another one. It is not safe to stand by a speeding train. Explain. സ്പീഡിൽ പോകുന്ന ട്രെയിനിനോട് ചേർന്നുള്ള എയർ കറണ്ടിന് ഹൈ സ്പീഡാണ്, ഹൈ കൈനറ്റിക് എനർജിയാണ്. അവിടെ ഇപ്പോൾ പ്രഷർ കുറയും. അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ബാക്ക് സൈഡിലെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ട്രെയിനടുത്തേക്കൊരു തെള്ള് കിട്ടും. അപ്പോൾ ആസ് predicted by Bernoulli's theorem, pressure near the train falls due to high velocity of airstream. This causes an unbalanced force on a person standing near towards the train. That is the answer. Another one. Why will a light celluloid ball placed in a stream of gas or water issuing at high velocity from a tube with a narrow neck freely hover in this stream? ഒരു നാരോ ജെറ്റ് ഓഫ് എയർ മുകളിലോട്ട് ഒരു ഓസി കൂടെ ഫോം ചെയ്യുക. ഒരു ചെറിയ പിങ് പോങ് ബോളോ ചെറിയ ലൈറ്റ് സെല്ലുലോയിഡ് ബോളോ അല്ല ആ സ്ട്രീമിൽ വെച്ചാൽ അത് അവിടെ നിൽക്കും. സൈഡിലോട്ടും തെറ്റി മാറത്തില്ല, മുകളിലോട്ട് പോവില്ല, താഴോട്ടും ഇല്ല. ഒരിടത്ത് ഇങ്ങനെ സ്റ്റേഷനായിട്ട് ചിലപ്പോൾ ഒന്ന് കറങ്ങി എന്നിരിക്കും. ഒരു മുകളിലോട്ടുള്ള എയർ സ്ട്രീമിൽ ഒരു ഭാരം കുറഞ്ഞ ബോൾ എടുത്ത് വെച്ചാൽ സ്ട്രീമിൽ തന്നെ അതവിടെ നിൽക്കും, സൈഡിലോട്ടൊന്നും തെറിച്ചു പോവില്ല. എന്താ കാര്യം? ഇതിന് കാരണം എന്താ? ഈ ബോളിൻ്റെ പരിസരത്തുകൂടെ ഈ സ്ട്രീമിൻ്റെ എയർ സ്ട്രീമിൻ്റെ ഹൈ വെലോസിറ്റി ഉണ്ട്. വേർ ദി പ്രഷർ വിൽ ഫോൾ. പ്രഷർ ഫോൾ ചെയ്യുമ്പോൾ ഫലം എന്താ? ഒരു ബാലൻസ്ഡ് ഫോഴ്സ് വെളിയിൽ നിന്ന് അതിന് കിട്ടും. അപ്പോൾ Bernoulli's theorem ആണ് ആൻസർ. സിൻസ് ഗ്യാസ് ഇൻ ദി സ്ട്രീം ഹാസ് ഹൈ വെലോസിറ്റി,
pressure inside the stream is below atmospheric pressure. The ball will be അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചുറ്റുപാട് ഇതിനെ ഈ സ്ട്രീമിൽ പ്രഷർ കുറവായതുകൊണ്ട് വെളിയിൽ നിന്നുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതിനെ തള്ളി ഇവിടെ തന്നെ നിർത്തിക്കോളും. താഴെ നിന്നുള്ള എയറിൻ്റെ പ്രഷർ മുകളിലോട്ടുള്ള പ്രഷർ ഇതിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്തോളും. അപ്പോൾ ദി ബോൾ വിൽ ബി സപ്പോർട്ടഡ് ഫ്രം ദി ബോട്ടം ബൈ ദി upthrust of the stream and on the sides by the static atmospheric pressure. ഇതുപോലുള്ള ചോദ്യം ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ചോദിച്ചു കഴിഞ്ഞാൽ സന്ദർഭം മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതാം. താങ്ക് യു.